വെൽക്കം ടു ബിച്ചു ബ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മലേഷ്യൻ കാഴ്ചകളൊന്നുമല്ല കേട്ടോ. ഇന്ന് എൻ്റെ സ്വന്തം നാടായ പുനലൂരിനടുത്തുള്ള ഒരു കിഡിലൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ കിഡിലൻ സ്പോട്ട് ഇതൊരു വാട്ടർഫോളാണ്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്നിച്ച് പോയി ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അടിപൊളിയാണ്. ഞാനൊരു വെക്കേഷൻ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ഫുള്ള് അറമാഴിച്ചിട്ട് തിരിച്ചു വന്ന ഒരു സ്ഥലമാണ്. അടിപൊളി ഒരു പീസ്ഫുൾ സ്ഥലമാണ്. ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്യാം. നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരല്ലേ, ഒരുപാട് ജോലി അത് ഇതാക്കി ടെൻഷനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഇടയ്ക്കൊക്കെ പോയി എൻജോയ് ചെയ്ത് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് എല്ലാം മറന്ന് തിരിച്ചു വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലം. നമ്മുടെ കഴുതൂരിട്ടിയിൽ നിന്ന് റൈറ്റ് കയറി പോകുമ്പോൾ ഇത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റ് ആണ്, ട്രാവൻകൂർ എസ്റ്റേറ്റ്. അതിൻ്റെ ഉള്ളിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ഈ വെള്ളച്ചാട്ടം നിൽക്കുന്ന സ്പോട്ടിൻ്റെ പേര് തകരപ്പുര എന്നാണ്. തകരപ്പുര കഴുതൂരിട്ടിയിൽ നിന്നൊരു 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് ചെന്ന ഈ സ്പോട്ട് എത്തും. ഇവിടെ നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പായിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വേറെ സീനൊന്നുമില്ല. അവർ ജസ്റ്റ് ചോദിക്കും എവിടെ പോവുക, എങ്ങനെയാണ്, ഇങ്ങനെ ചോദിക്കും, നമ്മളെ കയറ്റി വിടും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ട്രാവൻകൂർ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഒരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ടീ, പേരയ്ക്ക, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടെ കയറണമെങ്കിൽ നമ്മൾ ഓരോ വണ്ടിക്കും ഫീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പം അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഫീസ് കൊടുക്കണമെന്ന് പറയുന്നു. ഓക്കെ, എന്നാലും ഇത് കിഡിലാണ്. എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ലൊക്കേഷൻ മാത്രമേ, ആ സ്ഥലങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. എൻ്റെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ആ ടീ എസ്റ്റേറ്റിനകത്തുള്ള ഫുൾ കാഴ്ചകളും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം വന്ന് ഒന്ന് എൻജോയ് ചെയ്തിട്ടു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വരുമ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. അതൊന്നും നമ്മൾ അവിടെ ഇടാൻ പാടില്ല. അതെല്ലാം നമ്മൾ തിരിച്ച് വണ്ടിയിൽ കൊണ്ടുപോവുക. എന്ന് വെച്ചാൽ കാട്ടിലെ കാട്ടുമൃഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഇറങ്ങി പ്ലാസ്റ്റിക് ഒക്കെ തിന്ന് അതിന് പ്രശ്നങ്ങളൊക്കെ ആവും. നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. മാലിന്യങ്ങളൊന്നും അവിടെ ഇടാതിരിക്കുക. ഓക്കെ, നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല കുക്ക് ചെയ്യുന്നതിന്. നമ്മളാരെയും ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ മതി. അവിടെ ഫാമിലിയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഇങ്ങനെ കുളിക്കാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മുടെ കാര്യം നമ്മൾ നോക്കുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക. ഇതുവഴി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോവാം. പക്ഷേ ഇപ്പോൾ റോഡ് ക്ലോസ് ചെയ്തിട്ടേക്കുക. മുൻപൊക്കെ ഇതുവഴി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് ഇതുവഴി തമിഴ്നാട്ടിലേക്ക്. പക്ഷെ ഇപ്പം നടക്കത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ കാടാണ്. അതുകൊണ്ട് പിന്നെ കുറേ താമസക്കാരുണ്ട്. ടീ എസ്റ്റേറ്റ് അല്ല, തമിഴ്നാട്ടിലെ കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് സ്കൂളുണ്ട്, വണ്ടിയുണ്ട്. നമ്മുടെ പുനലൂരിൽ നിന്ന് ഒരു ബസ്സുണ്ട്, ആനച്ചാടി ബസ്സുണ്ട്. അതിൽ പോയാലും നമുക്ക് ഇവിടെ എത്താം. പുനലൂരിൽ നിന്ന് 26 കിലോമീറ്റർ ഉണ്ട് ഈ സ്പോട്ടിലേക്ക് എത്താനായിട്ട്. എനിക്ക് തോന്നുന്നത് രാവിലെയും വൈകിട്ടും 3 നേരം പുനലൂരിൽ നിന്ന് ആനച്ചാടി ബസ്സുണ്ട്. ആ ബസ്സിലും വരാൻ പറ്റും. പിന്നെ ഞങ്ങളൊരു 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നത്. അത് 8 പേരും പ്രവാസികളാണ്. ഞങ്ങളൊന്ന് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ, ആ പ്രവാസ ജീവിതം എല്ലാവർക്കും അറിയാമല്ലോ, ആ പ്രവാസ ജീവിതമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് മെമ്മറീസ്, എന്നും ഓർക്കാൻ പറ്റിയ ഒരുപാട് മെമ്മറീസ് നൽകിയ സ്ഥലമാണിത്. ഒരുപാട് 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 എപ്പോഴും എവിടെ ചെന്നാലും ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് ഓർക്കും. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വിളിച്ചാലും നമ്മൾ കോൾ ചെയ്യുമ്പോഴൊക്കെ ഒരു നേരമെങ്കിലും ഈ ട്രിപ്പിനെ കുറിച്ച് പറയാതിരിക്കില്ല. എപ്പോഴും സംസാരിക്കുന്ന ട്രിപ്പാണ്. ഇനി എന്തായാലും നാട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ അല്ല, വരുന്ന സമയത്തെല്ലാം പോകണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണിത്. നിങ്ങൾ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യുക. നമ്മുടെ കൊല്ലം ജില്ലക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥലം. അത്രയ്ക്ക് കിഡിലൻ സ്പോട്ടാണ്. നിങ്ങൾ കാണുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.